I've been a fan of Fahad's for a long time now. I've seen many of his movies, and I was very nervous because he's a really good actor, and I was like, oh my god, my bar is gonna have to be set so high now. But he's a very generous actor. He's patient. Fahad Fasil, what an amazing actor. If you see him in Pushpa, Super Deluxe, yes, him and Vijay Sethupathi sir, Yes. both were amazing in it. You know, I'm really looking forward that I get an opportunity to work with him also as an actor. He's also in Vikram, which is released. Yeah. So I'm going to see, and what a cast. There's Kamal Hassan sir, there's Vijay Sethupathi sir, and Fahad. But tremendous actor, very subtle, very inner. You know, it's the kind of new style of acting that Very we haven't seen. deep. And very deep, you know. And it's in his eyes, you know, you can see what he's feeling, what he's thinking in his eyes, and tremendous. ஃபகத் ஃபாசில் பற்றி டெஃபினட்டாக சொல்லியே ஆகணும். ஒரு இன்டர்நேஷ்னல் ஆக்டர் அவர். டெஃபினட்டாக அவர் குட்டி குட்டியான சின்னதாக தான் கண் அசைவு இருக்கும், அதில் அவ்வளோ மீனிங் இருக்கும், அவ்வளோ இன்டென்சிட்டி இருக்கும். நான் வந்து இந்தியாவில் இருக்கிற மேபி ஃபகத் ஃபாசில் ஏன் இவ்வளோ சொல்கிறீங்கன்னு கேட்குற யாராக இருந்தாலும், இல்லை ஹாலிவுட்டில் பயங்கரமாக நடிக்கிற யாராக இருந்தாலும் நான் கொண்டு போய் விடுவேன் ஃபகத் ஃபாசில். எங்கள் ஊர்லேருந்து, எங்கள் சவுத்துலேருந்து, இல்லை எங்கள் இந்தியாவிலேருந்து இப்படி ஒரு ஆக்டர் இருக்கார், கூட வேணால் நடிங்க அப்படின்னு என்னால் கான்ஃபிடென்ட்டாக கொண்டு போய் ஃபகத் ஃபாசில் விட முடியும். ഫഹദ് എനിക്ക് ചെറുപ്പം മുതൽ അറിയാം. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഇൻ്റർവ്യൂസും പറയുന്നു. ഓഫ് കോഴ്സ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടേഴ്സ് വി ഹാവ് റൈറ്റ് നൗ. ദിസ് ദ ഫസ്റ്റ് ടൈം ഞങ്ങൾ ഒന്നിച്ച് വർക്കിംഗ് ടുഗദർ. അത് വലിയ ആക്ടറായി, വലിയ ഇൻറ്റൻസ് ആക്ടറായി, ഒരുപാട് സാധാരണ ഈ പ്രായത്തിലുള്ള പിള്ളേർ അഭിനയിക്കുന്നതിനപ്പുറത്തേക്ക് വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അഭിനയിച്ച ആക്ടറായി പുരസ്കാരങ്ങൾ ലഭിച്ചു, ജനഹൃദയങ്ങളിൽ കുടിയേറി. ഇപ്പോഴും മഹേഷിൻ്റെ പ്രതികരണം, ഞാൻ ഈ അടുത്ത കാലത്ത് ഇതിനെപ്പറ്റി ഇവിടെ വീട്ടിൽ വരുമ്പോൾ ചോദിക്കുന്ന മഹേഷില്ലേ എന്നാണ്. അത്രത്തോളം മഹേഷ് വളരെ ഇമ്പ്രസീവായിട്ട് എനിക്ക് തോന്നി, വളരെ ഇമ്പ്രസ്ഡ് ആയിട്ട് തോന്നി, വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നി. അങ്ങനെ ഫഹദ് വീണ്ടും ഒരു പുതിയ നല്ല സിനിമകളിലാണ് ഇപ്പോൾ അഭിനയിക്കുന്നത്. ഫഹദിൻ്റെ എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. എല്ലാ വിജയവും. ഓൾ ദ ബെസ്റ്റ്. Thank you. Fahad Fasil films are damn good. He's like a master. Mahesh and Pritikaram. So that's a tremendously damn good film. There's so much to learn from all these actors and characters. Good. Yeah. ഷാനുവിൻ്റെ ഒരു ഫയർ ഉണ്ട്. ഒരു സീൻ നന്നാവാൻ വേണ്ടിയിട്ട് വീണ്ടും അത് ചെയ്ത് നോക്കിയിട്ട് ഒരു തൃപ്തി വരില്ല ഷാനുവിന്. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആ പെർഫെക്ഷന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ് ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടില്ല. ഷാനു ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. ഷാനുവിൻ്റെ ആ ഫയറാണ് ഷാനുവിനെ അങ്ങനെ മുന്നോട്ട് പ്രണവ് മോഹൻലാൽ സാറിനെയാണോ അതോ ദുൽഖർ സൽമാൻ സാറിനെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും നമ്മുടെ ചെറുതിലെ മുതൽ കാണുന്നതുകൊണ്ട് രണ്ടുപേരും നമ്മുടെ മക്കൾ പോലെ തന്നെയാണ്. രണ്ടുപേരെ ഇഷ്ടമാണ് എനിക്ക്. പക്ഷെ കൂടുതൽ ഫഹദ് ഫാസിലിനെയാണ് ഇഷ്ടം. ഫഹദ് ഫാസിലിനെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു നടനാണ്. കാരണം ഞാൻ ഫഹദ് ഫാസിലിനെ ഞാൻ ശരിക്കും ആദ്യം നോട്ട് ചെയ്യുന്നത് കേരള കഫേ എന്ന് പറഞ്ഞിട്ട് രഞ്ജിത്ത് ചെയ്തൊരു സിനിമ ഉണ്ടാകും, റിമ കല്ലിങ്കലും ഫഹദും കൂടി അഭിനയിക്കുന്ന. ആ സിനിമ കണ്ടപ്പോഴാണ് ഫഹദിൻ്റെ ലുക്സ്, ഫഹദിൻ്റെ കണ്ണിലുണ്ടാവുന്ന ചലനങ്ങളൊക്കെ ഞാൻ കണ്ടത്. അന്ന് തന്നെ ഫഹദിലെ ഒരു നടനെ ഞാൻ കണ്ടപ്പോൾ ആദ്യത്തെ സിനിമയിൽ ഒരു പക്വതയില്ലായ്മ ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള ഇവൻ്റെ ഈ വരവിൽ നമ്മൾ വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു. അതിനുശേഷം ഫഹദിൻ്റെ ധാരാളം പടങ്ങൾ എന്നെ വളരെ കൂടുതൽ ആകർഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഫഹദ് എന്ന് പറയുന്ന നടൻ ഏത് കഥാപാത്രങ്ങളും യോജിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഫഹദിൻ്റെ അപ്പിയറൻസിന് അപ്പുറത്തേക്ക് മാറാൻ പറ്റുന്ന ഒരാളാണ്. പേഴ്സണലി ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന നടൻ്റെ ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിൻ്റെ ഒരു ഭയങ്കര ഫാനാണ്. ഞാൻ എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണ്. അതായത് ഒരാളെ നല്ല പെർഫോമറുടെ സിനിമകൾ കാണുന്നത് ഞാൻ എൻ്റെ ഒരു ഹോം വർക്കായിട്ടാണ് കാണുന്നത്. അതൊക്കെ ഒരുപാട് ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു ആക്ടറാണ്. അന്നയും റസൂലായാലും ചാപ്പാക്കുരിശായാലും അങ്ങനെ ഞാൻ ഫഹദ് ഖാടെ അങ്ങനത്തെ ഫാനാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ എന്നെ ആ ഒരു ഇതിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്, അത് തന്നെ ഭയങ്കര സന്തോഷം. ఎస్పెషలీ ఫహద్ ఫాసిల్ గారు அவர் ரொம்ப இஸ் அ வெரி குட் ஆர்டிஸ்ட். அவர் கூட லைவ்ல பார்க்கறது, அவர் எப்படி பண்ணுறாரு, எப்படி ஹார்ட் ஒர்க் பண்ணுறாரு, டைலாக் மாற்றுறாரு, அதெல்லாம் பார்த்துட்டு நான் ரொம்ப ரசித்தேன். பிகாஸ் ஒரு ஆக்டராக இன்னொரு ஆக்டர் குட் ஆக்டர் பண்ணும்போது யூல் என்ஜாய் சீயிங் அ குட் ஆக்டர்ஸ் ஒர்க். அது எனக்கு ரொம்ப ஐ வாஸ் வெரி வெரி ஹாப்பி சீயிங் ஹிம் பெர்ஃபார்ம்.
ഫഹദല്ലാതെ വേറെ ആർക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് പറ്റില്ല എന്നുള്ള ഉറപ്പാണ്. കാരണം ഇത് എഴുതുമ്പോൾ പോലും ഞാൻ ഫഹദിനെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത് എഴുതിയത്. ഫഹദിനെ കുറിച്ച് പറഞ്ഞാൽ ഫഹദ് അല്ലാതെ വേറെ ഒരാളെന്നുള്ളൊരു ചിന്ത പോലും എനിക്ക് ഇപ്പം ഈ പടം കാണുമ്പം ആ സ്ഥാനത്ത് വേറൊരാളെ ആലോചിക്കാൻ പറ്റില്ല. അത് വളരെ ഡെഫിനറ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്കെന്നല്ല ആർക്കും ആലോചിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു, വളരെ ഇഷ്ടപ്പെട്ട ആർക്കും. പിന്നെ എൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരാൾ എന്നെ ഇപ്പോഴും അതിശയപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ സംഭവമാണത്. മോഹൻലാലുമായിട്ടുള്ള കമ്പാരിസണൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ ഇങ്ങനത്തെ ഏറ്റവും മോസ്റ്റ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇതായിരിക്കും. പിന്നെ ഭയങ്കര കൺട്രോളാണ്, ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വിഷയമില്ല, ഭയങ്കരമായ ഡീറ്റെയിലിംഗ് ആണ്. ഒരു ഡിഗ്രി കൂടിയാൽ കുഴപ്പമാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതെല്ലാം ചെയ്യുന്നത്. പക്ഷേ അത് കൂടുതൽ അത് ചില ആളുകളുടെ കഴിവ്. എന്ന ഒരു താരത്തിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം താരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ കൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ ഒരു ആക്ടർ എന്ന രീതിയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു നടൻ എന്ന രീതിയിൽ അത് മാത്രമേ സംസാരിക്കാനുള്ളൂ. എനിക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും. കാരണം അദ്ദേഹത്തിനോടൊപ്പം അഭിനയിക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അസൂയ തോന്നും അദ്ദേഹത്തിന്റെ അഭിനയം കാണുമ്പോൾ. മാത്രമല്ല നമ്മൾ കൊതിച്ചു പോകും. കാരണം കള്ളനായിട്ട് വന്നു കഴിഞ്ഞാൽ തനി കള്ളൻ, നമ്മളെല്ലാവരും കണ്ടുപിടിക്കുന്ന കള്ളനായിട്ട് വന്നാൽ തനി കള്ളൻ. ഇനി ചുള്ളനാണെങ്കിൽ തനി ചുള്ളൻ. എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തിന് ബിഗ് സല്യൂട്ട് മാൻ. ഫഹദ് ഇപ്പോൾ നമ്മൾ ഫഹദ് ഒരർത്ഥത്തിൽ പാൻ ഇന്ത്യൻ സ്റ്റാറാണ്, ഒരു റീജിയണൽ ആക്ടർ കൂടെ അല്ല, അയാൾ പാൻ ഇന്ത്യൻ സ്റ്റാറാണ്. ഫഹദ് ഒന്ന് നമ്മൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര, ഞങ്ങളൊരു 3-4 ഇവിടെ ഒരുമിച്ച് ചെയ്തു. അവസാനം ചെയ്ത സിനിമ എന്നെ സംബന്ധിച്ച് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള സിനിമ മാലിക്. ഫഹദിന്റെ ഒരു ഗ്രേറ്റ്നെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫഹദ് ബീങ് എ പാൻ ഇന്ത്യൻ സ്റ്റാർ, എന്നെ പോലെയുള്ള ഒരു ആക്ടറിന് ഓൾമോസ്റ്റ് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു റോൾ ആ സിനിമയിൽ ഉണ്ടായിരുന്നു. പിന്നെ ഫഹദ് എക്സ്ട്രീംലി സപ്പോർട്ടീവ് ആയിരുന്നു. അങ്ങനെ ഫഹദ് ഒരിടത്ത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ഫഹദ് എന്താണ്, ഹീസ് ക്യാമറ ഓൺ ആകുമ്പോഴത്തേക്കും ഐ തിങ്ക് ഹി ജസ്റ്റ് വേറൊരാളായിട്ട് മാറും. ഹി കംപ്ലീറ്റ്ലി അബ്സോർബ്സ് ദ ക്യാരക്ടർ ആൻഡ് ഹി ബിക്കംസ് സംബഡി എൽസ്. ഫഹദ് வந்து one of the actors that I really admire. அவர் கண்ணுக்குலாம் நான் பயங்கர ஃபேன். It will be absolutely fantastic. And then जिस तरह का काम फहद कर रहे हैं, he is doing such amazing work and some 2-3 films a year and everything is so different from one another. You know, Komlingi Night, so amazing, everything he does. Yeah, it will be great. I would love to. Actually, मैं तो किसी को उस दिन बोल भी रहा था. I have so many friends who are from Kerala. பாத் சார் ஷூட் பண்ணது ஆக்சுவலி நான் நினச்சதுக்கு நேர் ஆப்போசிட்டாக இருந்தது. அவர் அவ்வளோ பெரிய ஸ்டார் அந்த ஸ்டேட்டில், அங்கேருந்து இங்கே வராரு. எங்களுக்கு அந்த ஒரு சின்ன ஒரு இது கூட கொடுத்துல. எனக்கு பாத் சாருக்கு மேலே ரொம்ப ஜாலியாக இருக்கும் ஒர்க் பண்ணுறதுக்கு. அவர் ஒரு 3ஆவது நாள் 4ஆவது நாளே மச்சின்னு தான் கூப்பிட ஆரம்பிச்சார். அப்புறம் நாங்கள் தான் சார் நான் சார்னே கூப்பிட்டுக்கிறேன், நீங்கள் வேணால் எப்படி வேணால் கூப்பிட்டு சார்னு சொன்னேன். அண்ட் இட் வாஸ் ஸோ ஸ்வீட். எல்லா நாளுமே இட் வாஸ் ஃபன். இந்த வே ஹி அப்ரோச் சீன் வந்து ரொம்ப பிரமிப்பாக இருந்தது. ரொம்ப அசால்ட்டாக இருக்கிற மாதிரி இருக்கும், நடிக்காத மாதிரி இருக்கும், ஆனால் அது அவ்வளோ நடிப்பை காமிச்சிருவார். அண்ட் அதை எப்படி பண்ணுறாருன்னு தெரியல. கண்ணில் காட்டுற விஷயம் வந்து அவரை நம்பி என்ன வேணால் எழுதலாம் தெரியும். அதுக்கும் அவ்வளோ ஷிஃப்ட் இருக்கும். நானே சொன்னேன் சார் பயங்கரமாக இருக்குது சார், இது எப்படி சார் இந்த தெரியாது அப்படி தான், அவ்வளோதான் அவர் ரியாக்ஷனே. பட் ஆனால் நான் கொடுத்த அந்த கொஞ்சம் லிட்டில் டைமில் ப்ரெப்பாக அவருக்கு ஹஸ் டன் வண்டர்ஸ். You mentioned Fahad Fazil. I just saw Trance recently and I think that he is superb. I think that they're operating at such a high level of artistry. So I really want to explore that world, explore that avenue. സ്വന്തം മകനെ താങ്കൾക്കൊരു താരമാക്കാനായിട്ട് കഴിഞ്ഞില്ല. അതൊരു കേവലം ഭാഗ്യദോഷമായിട്ടാണ് താങ്കൾ കാണുന്നത് ആ സിനിമയുടെ പരാജയം? അല്ല, ആ സിനിമയുടെ പരാജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിനിമ ഇറങ്ങിയ സമയം അനിയത്തിപ്രാവ് കഴിഞ്ഞിട്ടുള്ള ഇറങ്ങാൻ പാടില്ലായിരുന്നു. എപ്പോഴും അനിയത്തിപ്രാവായിട്ടുള്ള ഒരു കമ്പാരിസൺ വരും. പിന്നെ അന്ന് അവന് ഒരു 18-19 ഒരു 22-23 കഴിഞ്ഞിട്ട് ട്രൈ ചെയ്യാറുള്ളായിരുന്നു. ഫാസിലിനെ പോലെ ഒരു ഡയറക്ടർ സ്വന്തം മകന് വേണ്ടിയിട്ട് ഇത്ര ഒരു സിനിമ എടുക്കില്ല. ജീവിതത്തിൽ ഒരുപാട് ഏറ്റക്കുറച്ചിലുകളുണ്ടാകും, അതിനകത്ത് വന്നു പോയതാണ്. പക്ഷേ അവനും ആ വെഞ്ചൻസിലാണ്, ഞാനും ആ വെഞ്ചൻസിലാണ്. ഹി വിൽ കം ബാക്ക്. ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. ലൈക്ക് വീണ്ടും ഫഹദിക്കായിട്ട് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. തൊണ്ടി മുതൽ മീറ്റ് ചെയ്ത പോലെ തന്നെയായിരുന്നു എനിക്കിപ്പോ മാലിക്കിൽ വന്നപ്പോഴും ഫഹദിക്ക, അതിലൊരു മാറ്റവും ഇല്ലായിരുന്നു. പക്ഷെ ഈ പറയുമ്പോൾ നമ്മൾ ആ ഒരു അഭിനയിക്കുന്ന സ്പേസിൽ വരുമ്പോൾ ടോട്ടലി ഡിഫറെന്റ് ആളായിരുന്നു എനിക്ക് ഫഹദിക്ക. തൊണ്ടി മുതൽ അല്ലെങ്കിൽ വേറെ സിനിമയിൽ കണ്ട ഒരാളെ അല്ലായിരുന്നു. അപ്പൊ ചില സമയത്ത് നമ്മളിങ്ങനെ ഫഹദിക്കയുടെ കൂടെ അഭിനയിച്ചിട്ട് ഇരിക്കുമ്പോ നമുക്കിങ്ങനെ ഗൂസ് ബംസ് വരും. ഫഹദിക്ക ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ നോക്കുമ്പോ. അപ്പോ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയി.
ஃபஹத் ஃபாசில்னா வெரி சட்டில். ஆனால் அவர் வந்து நடிக்கும்போது என்ன பண்ணுறான்னு தெரியாது. ஆனால் மானிட்டர்ல போய் பார்த்தா ஓவோ இதெல்லாம் பண்ணாரு அவரு. லைக் திஸ் லைக் அப்சல்யூட் ஃபேன் கேர்ள். He doesn't even try. He doesn't try so hard to be a good actor. It just happens so organic. ஃபகத் ரொம்ப ஸ்வீட்டுங்க. ரொம்ப ஸ்வீட். very happy to have ஃபகத் ரொம்ப ஸ்வீட், வெரி எனர்ஜெட்டிக் அண்ட் வெரி ஸ்வீட், வெரி ஃப்ரெண்ட்லி, ஜீரோ ஈகோ, ஜீரோ காம்படிஷன், மைண்டில் ஒன்றும் இல்லை, ரொம்ப பிளெயினான ஃபென்டாஸ்டிக் ஹியூமன் பீயிங் அண்ட் ஃபென்டாஸ்டிக் ஆக்டர். ஜென்யூனாகவே சொல்கிறேன், ஹீ இஸ் அ வெரி குட் ஹியூமன் பீயிங் டு பி வித், டு ஒர்க் வித், அண்ட் நல்ல எனர்ஜியான ஒரு ஆள், செம்ம எனர்ஜியான ஒரு ஆள். அண்ட் சர்ப்ரைஸ் பண்ணுவார், சம்டைம்ஸ் அவரோட ரியாக்ஷன்ஸ்லாம் சர்ப்ரைஸ் பண்ணுவார். Of course, we live together, you know. We discuss cinema and, you know, he talks about, you know, what he heard or what excited him and what he thinks of her. Me and Fahad are two people actually who became friends after falling in love. Usually they say, you know, you become friends and then you marry. We have been like reverse, and we do production together, like we produce films together, so definitely we discuss cinema a lot together. But because both of us are from cinema, we try to keep it very minimal at home. One of my favorite actors in the country is Fahad Faasil. I love the work he does. I love his cinema. I love the cinema that is coming out of, you know, Kerala. Unfortunately did not get to face Fahad sir in, I think, this part, but I hear there's going to be a lot in the second part. But I hear he's done such brilliant job with he's dubbing also, which is crazy. And I'm just waiting to see. But I really like Fahad sir's look in the film also, like mental stuff. Whereas Fazil wants to make films the way he would like to see films. As a cinema buff, he produces his own films in Malayalam. He acts in them and gets the best group of directors. So he's all the time looking out for new things. It is not that he went and became popular in many languages. Many languages wanted a spirit like Fahad. He's a great spirit to have in a team. You can see passion in his eyes. That's why I call him Molaga Bhaji. Because everyone thinks it's onion bhaji or potato bhaji. When they bite into it, then they'll know what kind of an actor he is. Because you can't see anything that's inside. He's a deep running river.